ഹലോ ഗേസ്, നമുക്കൊരു കണവ റോസ്റ്റ് ആയാലോ. ആദ്യം ചട്ടി വെക്കുക. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇടുക. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, 2 പച്ചമുളക് ഇവയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറി വരും. ഇതിൻ്റെ കളർ മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് സ്വല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത്, ഉപ്പിടുന്നത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ്. ഇതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇട്ട്, ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേപ്പിലയും കൂടി ഇട്ടായിരുന്നു, അത് പക്ഷേ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവയെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റുക. ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇവയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്മെല്ല് വരും. അപ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് വെള്ളമൊഴിക്കാം. വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കണവയും കൂടി എടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്ത് അത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട്, വേണമെങ്കിൽ ഉപ്പ് നോക്കി നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണവ റോസ്റ്റ് റെഡി.